الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤت من لدنه أجرا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഞാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, ഉണർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളും പാപങ്ങളും കുറവുകളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടോ, അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിൽ എത്ര കാലം ബാക്കിയുണ്ടോ അത്രയും കാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ വീടുകളിൽ, ആശുപത്രികളിൽ കഴിയുന്നവർ അള്ളാഹുറക്ക് ആജിലും മുസ്തമിറുമായ ഷിഫാ പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെയും ഒക്കെ പ്രയാസങ്ങൾ മാറ്റിത്തരികയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പടപ്പുകളായ മനുഷ്യവർഗം അള്ളാഹു തആല അവരെ ഒരേ നിലയിലല്ല പടച്ചിരിക്കുന്നത്. വ്യത്യസ്ത അവസ്ഥകളിലാണ് ഓരോ മനുഷ്യനുമുള്ളത്. ചില ആളുകൾ ആരോഗ്യപരമായി നല്ല ശേഷിയുള്ളവരായിരിക്കും, ചില ആളുകൾ സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളുകളായിരിക്കും, ചില ആളുകൾക്ക് സമൂഹ മധ്യത്തിൽ വലിയ സ്വാധീനമുള്ള ആളുകളുണ്ടാകും, ചില ആളുകൾക്ക് വൈജ്ഞാനികപരമായി വലിയ മേൽക്കോയ്മ ഉണ്ടാകും. ഇതിന് നേർവിപരീതമായി കൊണ്ട് സമൂഹത്തിൽ ശാരീരികമായ ശേഷിയില്ലാത്ത ആളുകൾ, ബലഹീനരായ ആളുകൾ, അല്ലെങ്കിൽ വികലാംഗരായ ആളുകൾ, രോഗികളായ ആളുകളുണ്ട്, ദരിദ്രരായ ആളുകളുണ്ട്, വിവരം താരതമ്യേന കുറവുള്ള ആളുകളുണ്ട്, സാമ്പത്തികമായി ഞെരുക്കമുള്ള ആളുകളുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല എല്ലാ ആളുകളെയും ഒരുപോലെ അല്ലാതെ വ്യത്യസ്ത ശ്രേണിയിലായിട്ടാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാ ആളുകളെയും ഒരേ അവസ്ഥയിൽ ഭൂമിയിൽ സംവിധാനിച്ചിരുന്നുവെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പ് താളത്തിന് അബദ്ധം സംഭവിക്കുകയും നാശത്തിലേക്ക് പോവുകയും ചെയ്യും. എല്ലാ ആളുകളും ഒരേ ആരോഗ്യമുള്ള അവസ്ഥയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കുമ്പോൾ നല്ലൊരു ആശയമാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല. എല്ലാവരും 100% ആരോഗ്യത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഇവിടെ ചികിത്സാ സംവിധാനങ്ങൾ, വൈദ്യന്മാർ, വൈദ്യശാസ്ത്രം, കാരണം അല്ലാഹു തആല തന്നെയാണല്ലോ പഠിപ്പിച്ചത്. രോഗത്തെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്, അതിനുള്ള മരുന്നിനെ സൃഷ്ടിച്ചതും അല്ലാഹുവാണ്. അപ്പോൾ അത് ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനുള്ള ഘടനയുടെ ഭാഗമാണ്. എല്ലാ ആളുകൾക്കും ഒരേപോലെയുള്ള സാമ്പത്തികമായ അവസ്ഥ സ്ഥിതി വന്നു കഴിഞ്ഞാൽ ആരും തന്നെ ശരീരം അധ്വാനിച്ചിട്ടുള്ള ജോലികൾക്ക് ആരും തയ്യാറാവുകയില്ല. ഇവിടെ കൃഷി നടക്കില്ല. കൃഷി നടക്കാതെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാകും. അവൻ്റെ ദൈനംദിന ആഹാരങ്ങൾക്ക് പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ അത് ജീവിതത്തിനെ ബാധിക്കും. കാരണം എല്ലാവരുടെ കയ്യിലും അളവിൽ കവിഞ്ഞ സമ്പത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, വറഫഅനാ ബഅ്ളഹും ഫൗഖ ബഅ്ളൻ ദറജാതിൻ, നാം ചില ആളുകളെ ചില ആളുകളെക്കാൾ മേൽക്കോയ്മയുള്ളവരാക്കിയിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം? ലിയത്തഖിദ ബഅ്ളുഹും ബഅ്ളൻ സുഖ്രിയ, എല്ലാ ആളുകളും പരസ്പരം ആശ്രയിച്ച് കഴിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോക്കിയാൽ ഭൂമിയിലെ ഇന്ന് കാണുന്ന ഏത് വിഭാഗം, ഏത് ഹൈറാർക്കിയിലുള്ള, ഏത് ഗ്രൂപ്പിലുള്ള ആളുകളായാലും ശരി, അവരെല്ലാവരും മറ്റൊരു വിഭാഗത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഒരു പണ്ഡിതനാണെങ്കിൽ ആ ആളെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട് വൈജ്ഞാനികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു വൈദ്യനാണെങ്കിൽ ആ വൈദ്യനെ ആശ്രയിച്ചുകൊണ്ട് ഒരു സമൂഹത്തിലെ വലിയ സംഖ്യം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഒരു കൃഷിക്കാരനാണെങ്കിൽ, കച്ചവടക്കാരനാണെങ്കിൽ, ഏത് വിധേന നമ്മൾ നോക്കിയാലും ഇങ്ങനെ പരസ്പരം ആശ്രയിച്ച് കഴിയുമ്പോഴാണ് ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ കെട്ടുറപ്പ് ഭദ്രമാകുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വലിയ ഹിക്മത്താണ്. പക്ഷെ ഇവിടെ
ഇങ്ങനെ ചില ആളുകൾക്ക് സാമ്പത്തികമായ ശേഷി അധികമുള്ളത് കൊണ്ടും സ്വാധീന ശക്തി അധികമുള്ളത് കൊണ്ടും ശാരീരികമായ മേൽക്കോയ്മ അധികമുള്ളത് കൊണ്ടും തന്നെ മനുഷ്യൻ പലപ്പോഴും ഇതിനെ അവൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനും അന്യനെ അടിച്ചമർത്താനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. എനിക്ക് കൂടുതൽ സ്വാധീനമുണ്ടെങ്കിൽ ആ സ്വാധീനം ഞാൻ ഉപയോഗിച്ചിട്ട് അസത്യത്തിനെ സത്യമാക്കാനും ബാത്തിലിനെ ഹക്കായി സ്ഥാപിക്കുവാനും അന്യൻ്റെ അവകാശം നേടിയെടുക്കുവാനും എനിക്ക് ശാരീരികമായി കഴിവുണ്ട്. അപ്പോൾ അവനെ പിടിച്ചൊതുക്കാൻ ആർക്കും സാധിക്കില്ല. ബലഹീനന്മാരായ ആളുകൾ ഇവനെ പേടിച്ചിട്ട് അവൻ പറയുന്നത് പോലെ കേട്ട് ജീവിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മളിന്ന് കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഒരു അവസ്ഥയിൽ സൃഷ്ടിച്ചതിനോടൊപ്പം തന്നെ ഈ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ വലിയ അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചതാണ് ളുൽമ് പാടില്ല എന്നുള്ളത്. ളുൽമ്, അക്രമം, അനീതി അല്ലെങ്കിൽ അപഹരിക്കൽ, ഇതൊന്നും തന്നെ പാടില്ല. അതിൻ്റെ എന്തെല്ലാം തലങ്ങളുണ്ടോ അല്ലാഹു തആല അതിനൊക്കെ നിഷിദ്ധമാക്കുകയുണ്ടായി. അക്രമം നമ്മളോട് ചെയ്യരുത് എന്ന് പറയുന്നതിന് മുമ്പ് അള്ളാഹു നമ്മോട് പറഞ്ഞു വെക്കുന്ന ആശയം എന്താണ്? ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ വഇൻ തകു ഹസനതൻ യുളാഇഫ്ഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, തീർച്ചയായും അല്ലാഹു തആല ഒരു ദർറത്തിന്റെ അളവ് പോലും അക്രമം കാണിക്കൂല. ദർറ എന്ന് പറഞ്ഞാൽ ചെറിയ കടുകുമണി, അല്ലെങ്കിൽ ചെറിയ ഏറ്റവും ചെറിയ അളവായി നമുക്ക് എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അത്ര അളവ് പോലും അല്ലാഹു അന്യായം പ്രവർത്തിക്കൂല. ഒരു നിലക്കും ഒരു മനുഷ്യനോടും അന്യായം പ്രവർത്തിക്കൂല. ചെയ്ത നന്മകൾ, ആ നന്മകൾ ഒരു മനുഷ്യനും അല്ലാഹു കുറച്ചു കൊടുക്കൂല. ഒരാൾ ചെയ്യാത്ത തെറ്റിന് ആ മനുഷ്യനെ ശിക്ഷിക്കൂല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ദുൽമ്, അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രമം എന്ന് പറഞ്ഞാൽ അതിന് ഒരു നിർവചനം വദഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി, ഒരു വസ്തുവിനെ അസ്ഥാനത്ത് വെക്കുക. ഓരോ വസ്തുവിനെയും നിശ്ചയിക്കേണ്ട സ്ഥലമുണ്ട്. ആ നിശ്ചയിക്കുന്ന സ്ഥലത്ത് വെച്ചാൽ അത് നീതിയാണ്, അതല്ലാത്ത സ്ഥലത്ത് അതിനെ നിശ്ചയിച്ചാൽ അത് അനീതിയാണ്, അക്രമമാണ്. ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു ചെടി നടണം. ആ ചെടി നടാൻ എനിക്ക് അനുവാദമുള്ള സ്ഥലം എൻ്റെ വീടിൻ്റെ, എൻ്റെ അധികാര സ്ഥലത്ത്, പൊട്ട സ്ഥലത്ത് ചെടി നടാം. അത് നീതിയാണ്, അത് അവകാശമാണ്. എന്നാൽ ഇതേ ചെടി, അത് ഫലമുള്ള ചെടിയാകട്ടെ, നാട്ടുകാർക്ക് ഉപകാരമുള്ള ചെടിയാകട്ടെ, അത് അന്യൻ്റെ പറമ്പിൽ അനുവാദമില്ലാതെ ഞാൻ അതിനെ നടുകയാണെങ്കിൽ ഇപ്പുറം നട്ടാൽ കൂലി കിട്ടുന്ന അതേ ചെടി അപ്പുറം നട്ടതിൻ്റെ പേരിൽ എനിക്ക് കുറ്റം കിട്ടും. കാരണം വദഉ ശൈഇ ഫീ ഗൈരി മൗദിഇഹി, ഒരു വസ്തുവിനെ അതിൻ്റേതല്ലാത്ത സ്ഥലത്ത് സ്ഥാപിക്കലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അക്രമമില്ല. എന്തുകൊണ്ട് അക്രമമില്ലാത്തത്? കാരണം മറ്റൊരാളുടെ അധികാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് അക്രമം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൻ്റെതാണ്. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അള്ളാഹുവിന്. വലില്ലാഹി മാഫി സമാവാതി വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാം അള്ളാഹുവിന്. ഇവിടെ അള്ളാഹു എന്ത് ചെയ്താലും അതെന്തിന് ചോദിച്ചു എന്ന് അധികാര സ്വരത്തിൽ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് സാധ്യമല്ല. നമ്മളിവിടെ കുറച്ച് യുക്തിവാദികൾ മീറ്റിംഗ് കൂടിയിട്ട് അതെന്താ അവിടെ പ്രളയം ഉണ്ടായപ്പോൾ അള്ളാഹു ഇടപെടാതിരുന്നത്, ഇവിടെ ഭൂമികൾക്ക് ഉണ്ടായപ്പോൾ എന്താ അള്ളാഹു പിടിച്ചു നിർത്താതിരുന്നത്, ഇസ്രായേൽ ഫലസ്തീനിലേക്ക് പിന്നെ ബോംബ് വർഷിക്കുമ്പോൾ എന്താണ് അള്ളാഹു തടയിടാതിരുന്നത് എന്ന് ഇവിടെ നിന്നിട്ട് നമുക്ക് ശബ്ദത്തിൽ പറയാം. പക്ഷെ അതൊരിക്കലും അധികാരത്തിന്റെ ചോദ്യം ചെയ്യലല്ല. അതാണ് ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ അധികാരത്തിലാണ് ഈ കാണുന്ന എല്ലാം ഉള്ളത്. അള്ളാഹുവിന് എന്തും ചെയ്യാം. നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അതെന്തിനാ അല്ലാഹു തആല അസുഖമുള്ള കുട്ടികളെ, ജനിക്കുമ്പോൾ തന്നെ അസുഖമുള്ള കുട്ടികളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ ഗർഭവാശയത്തിൽ നിന്ന് തന്നെ രോഗമുണ്ടെങ്കിൽ അള്ളാഹുവിന് അവിടെ വെച്ച് തന്നെ നശിപ്പിച്ചുകൂടെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അള്ളാഹുവാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അധിപനാണ്, ദൈവമാണ്, ഗോഡാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു. അപ്പൊ നമുക്ക് അതിന്റെ ഹിക്മത്ത് തേടിപ്പോകാം ഒരു പക്ഷേ ചോദ്യം ചെയ്യാൻ അവകാശം നമുക്കില്ല. എന്നിട്ടും അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, നിന്നോട് ഒരു അണുമണി പോലും ഞാൻ അക്രമം കാണിക്കൂല. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, തീർച്ചയായും ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഞാൻ എൻ്റെ മേൽ ദുൽമിനെ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വാക്കാണത്. ഞാൻ എൻ്റെ മേൽ ദുൽമ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരാളോടും ഞാൻ അക്രമം കാണിക്കൂല. അവനിക്ക് അവൻ കിട്ടേണ്ട സാധനം ഞാൻ കൊടുക്കാതിരിക്കൂല. അവൻ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയില്ല. അതുകൊണ്ട് വജഅൽതുഹു ബൈനകും മുഹറമാ, ഈ ദുൽമിനെ, അക്രമത്തിനെ ഞാൻ എൻ്റെ മേൽ ഹറാമാക്കിയതുപോലെ ഞാൻ നിങ്ങളുടെ മേലും ഹറാമാക്കിയിരിക്കുന്നു. വലാ തലാലമു, നിങ്ങൾ പരസ്പരം അക്രമം കാണിക്കരുത്. നമുക്ക് അള്ളാഹു എന്തൊരു
സൗന്ദര്യ മറ്റ് ഇബാദത്തുകളെ സംബന്ധിച്ചോ മറ്റ് നിഷിദ്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചോ ഒന്നും അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ദുൽമിനെ പറ്റി പറയുമ്പോൾ, കാരണം ശക്തൻ എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കും. ജയം എന്ന് പറയുന്ന നമ്മുടെ ഭാഷയിലുള്ള ജയം അവനായിരിക്കും നേടിക്കൊണ്ടേയിരിക്കുക. സ്വാധീനമുള്ളവൻ അവനാണ് എപ്പോഴും സമൂഹത്തിന് മുമ്പിൽ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ആത്മീയമായ അധ്യാപനം നമുക്ക് കിട്ടുന്നത്. യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ മേൽ ദുൽമിനെ ഹറമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുൽമ്, ഈ പറയപ്പെട്ട ആളുകൾക്ക് ദുൽമ് ചെയ്യൽ എളുപ്പമാണ്. എല്ലാ ആളുകൾക്കും അവരവരുടെ ഏരിയകളിൽ ദുൽമുണ്ട്. ഒന്നാമത്തെ അക്രമം എന്താണ്? ഒന്ന്, ഞാൻ എന്നോട് കാണിക്കുന്ന അക്രമമാണ്. നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ നമ്മൾ ചൊല്ലാറുണ്ട്. റബ്ബന വലംന അൻഫുസന, പടച്ചവനെ ഞങ്ങളോട് അക്രമം കാണിച്ചുപോയി. ഞാൻ എങ്ങനെ എന്നോട് അക്രമം കാണിക്കൽ? എൻ്റെ ശരീരത്തിനെ വെക്കേണ്ട, പ്ലേസ് ചെയ്യേണ്ട കുറേ സ്ഥലങ്ങളുണ്ട്. എൻ്റെ കൈ എവിടെ വെക്കണം, എൻ്റെ കാലെവിടെ വെക്കണം, എൻ്റെ കണ്ണുകൾ എവിടെ പതിയണം, എൻ്റെ കാത് എവിടെ പതിയണം എന്നതിന് അള്ളാഹു നിശ്ചയിച്ചൊരു ബൗണ്ടറി ഉണ്ട്. ആ പരിധിക്കപ്പുറത്ത് എൻ്റെ കൈ ചെന്നാൽ അത് ദുൽമാണ്. ആരോട് കാണിക്കുന്ന ദുൽമ്? ഞാൻ എന്നോട് കാണിക്കുന്ന അക്രമമാണ്. എൻ്റെ കണ്ണ് ഞാൻ പതിക്കാൻ പാടില്ലാത്ത, എനിക്ക് കാണൽ അനുവദനീയമല്ലാത്ത, എനിക്ക് ആസ്വദിക്കൽ അനുവദനീയമല്ലാത്ത ഒരു വ്യക്തിയിലേക്ക് കണ്ണ് പതിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിനോട് കാണിക്കുന്ന ദുൽമാണ്. കാരണം ഇതിൻ്റെ അപകടം അനുഭവിക്കാൻ പോകുന്നത് ഈ കണ്ണാണ്. ഈ കാത് കൊണ്ട് കേൾക്കൽ നിഷിദ്ധമായൊരു കാര്യം ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ, ആ കാത് കേൾക്കേണ്ട കാര്യത്തിൽ നിന്ന് വിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കാതിനോട് ഞാൻ കാണിക്കുന്ന ദുൽമാണ്. അപ്പോൾ ദുൽമിൻ്റെ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഞാൻ എന്നോട്, സ്വന്തത്തിനോട് കാണിക്കുന്ന ദുൽമാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, റബ്ബന വലംന അൻഫുസന. ആദം നബി ചെയ്തതു, അവിടച്ചവനെ ഞങ്ങളോട് അക്രമം കാണിച്ചു പോയി. നമ്മളിപ്പോൾ ഒരാൾ ഹറാമ് ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരത്തിലൊന്നും കുറയാനില്ലല്ലോ. നമ്മളൊരു പലിശ വാങ്ങി എന്നത് കൊണ്ട് അള്ളാഹുവിനൊന്നും നഷ്ടം സംഭവിക്കാനില്ല. അതിൻ്റെ നഷ്ടം എനിക്കാണ്. ഞാൻ എന്നോട് അക്രമം കാണിക്കുന്നു. രണ്ട്, ഇത് അള്ളാഹുവിനോടുള്ള അക്രമം കൂടിയാണ്, അള്ളാഹുവിനോടുള്ള ധിക്കാരം കൂടിയാണ്. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അപകടകരമായ വേർഷൻ എന്ന് പറയുന്നത് മഖ്ലൂഖുകൾ തമ്മിലുള്ള ദുൽമാണ്. നമ്മുടെ ഇബാദത്തിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഹുഖൂഖുൽ ഇബാദിനെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞപ്പെട്ട ഇബാദത്തൊക്കെ ഒരു പരിധി വരെ എളുപ്പമാണ്. നിസ്കരിക്കൽ എളുപ്പമാണ്, നോമ്പ് നോൽക്കൽ എളുപ്പം. ആദ്യം ഒരു പ്രയാസം ഉണ്ടാവും. നിസ്കാരമൊക്കെ ശീലിച്ച് വരുന്ന പ്രായത്തിൽ ഒരു പ്രയാസം ഉണ്ടാവും. പിന്നെ നിസ്കരിച്ചിട്ട് നിസ്കരിക്കാതിരിക്കുമ്പോഴാണ് അസ്വസ്ഥത, പ്രയാസം ഉണ്ടാവുക. നിസ്കരിക്കലല്ല പ്രയാസം. നോമ്പെടുക്കാൻ ആദ്യം ഒരു പ്രയാസം ഉണ്ടാവും. നോമ്പെടുത്ത് ശീലമായ ആളുകൾക്ക് നോമ്പെടുക്കലാണ് രസം. നോമ്പെടുക്കാതിരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. ഖുർആൻ ഓതുന്ന ആൾക്കും അങ്ങനെ തന്നെയാണ്, ദിക്ർ ചെയ്യുന്ന ആൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഹുഖൂഖുൽ ഇബാദിലേക്ക് വന്നു കഴിഞ്ഞാൽ, അടിമകളുമായി ബന്ധപ്പെട്ട ഇടപാടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. ഇന്ന് ബന്ധം ശരിയാക്കി ഒരാഴ്ച വീണ്ടും അത് പ്രശ്നമാവും, വീണ്ടും നന്നാകണം, വീണ്ടും പ്രശ്നമാവും, വീണ്ടും നന്നാക്കണം. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അക്രമം നടക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, വജഅൽതുഹു ബൈനകും മുഹറമ, ഞാൻ ഈ അക്രമത്തിനെ നിങ്ങൾക്കിടയിലും നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ അക്രമം കാണിക്കാൻ വേണ്ടി പാടില്ല. എന്താ അക്രമം കാണിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ അധികാരത്തിന് പുറത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ, അയാളുടെ അധികാര ഏരിയയിൽ ഞാൻ ഒരിക്കലും പ്രവേശിക്കാൻ വേണ്ടി പാടില്ല. അതിലെന്തൊക്കെ വരും? ഒരാളുടെ അഭിമാനം എന്ന് പറയുന്ന അയാളുടെ അവകാശപ്പെട്ട സാധനമാണ്. അയാളുടെ അവകാശപ്പെട്ട സാധനം നമുക്കറിയാലോ. നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ആണല്ലോ. അയാളൊരു ബിസിനസ് തുടങ്ങി, അയാളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് അയാൾ കമ്പനിക്ക് ഒരു നാമകരണം ചെയ്യുന്നു, ഒരു പേരിടുന്നു. അയാൾ കണ്ടെത്തിയൊരു പേര് വേറെ ആരും കോപ്പി അടിച്ചതോ മറ്റൊരാളെ അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തോന്നല്ല, അയാൾ കണ്ടെത്തിയൊരു നാമം. ആ പേരിനെ പോലും ഇന്ത്യ രാജ്യത്തു നിന്നല്ല, ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ആ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പാടില്ല. ട്രേഡ് മാർക്ക് കൊടുക്കും ആ പേരിന്. എന്താ കാര്യം? ആ പേര് അവൻ്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, അവന് മാത്രം അവകാശപ്പെട്ടതായി. അതിലേക്ക് പോലും മറ്റൊരാൾക്ക് കൈ കടത്താൻ വേണ്ടി പാടില്ല. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമമാണ്. എന്തുകൊണ്ട്? അത് അവന്റെ ബുദ്ധിയും അവന്റെ ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചിട്ട് ഒരു സ്ഥാപനത്തിന് നൽകുന്ന പേര് അത് ബാക്കിയുള്ള ആളുകൾ കോപ്പി അടിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്. നമ്മളൊക്കെ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാകും ഒരു കമ്പനിന്റെ പേര്. ഇപ്പോൾ ORS എന്ന് പറയുന്ന, നമ്മളൊക്കെ ഈ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് കഴിക്കുന്ന ഒരു മരുന്നുണ്ട് ORSന്റെ കൂടെ ORSL എന്ന് പറഞ്ഞ L ചേർത്തിട്ട് പുതിയൊരു കമ്പനി സാധനം ഇറക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആളുകൾ ORS ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ ORSL എന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി തുടങ്ങി. വൻ ബിസിനസ് അതിന്റെ പേര് നടക്കാൻ. പക്ഷേ ഇതിനേക്കാൾ വലിയ അപകടം ആ വസ്തു കഴിച്ചാൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പേരിൽ വലിയ നിയമ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഒരു മനുഷ്യന്റെ അധികാര പരിധിയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവന്റെ അഭിമാനം,
ഞാൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒറ്റ ഉദാഹരണം പറഞ്ഞതാണ്. കേസിന് വരെ പോകാം. നിങ്ങളെ സ്ഥാപനം എൻ്റെ പേര് കോപ്പി അടിച്ചിട്ട് നിങ്ങളെ സ്ഥാപനം നേടിയെടുത്ത മുഴുവൻ ലാഭങ്ങളും കോടതി വഴി പോയാൽ എനിക്ക് പിടിച്ചെടുക്കാം, എനിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾ എൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽ കടന്നു വന്നു. ഒരു മനുഷ്യൻ്റെ അന്തസ്സ് എന്ന് പറയുന്നത് അവന് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. അതിലേക്ക് ഒരു മനുഷ്യൻ കടന്നു കയറാൻ സ്വാതന്ത്ര്യമില്ല. ഇന്ന അഅറാലക്കും വഅംവാലക്കും വദിമാഅക്കും മുഹറമുൻ അലൈക്കും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനുള്ള പ്രസ്റ്റേജ് ഉണ്ട്, അന്തസ്സുണ്ട്. അത് നമ്മൾ കളങ്കം ചാർത്താൻ വേണ്ടി പാടില്ല. നമ്മളിങ്ങനെ വർത്താനം പറയുന്ന കൂട്ടത്തിൽ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, മോശക്കാരനാണ്, അവൻ എല്ലാം കഴിഞ്ഞവനാണ്, അവൻ വിചാരിയാണ് എന്നൊക്കെ വാക്കുകളും കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ അന്തസ്സിനോട് കാണിക്കുന്ന അക്രമമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ആരെങ്കിലും ഒരു മനുഷ്യനെ വ്യഭിചാരാരോപണം നടത്തിയാൽ, ഒരു പെണ്ണിനെ ആകട്ടെ ആണിനെ ആകട്ടെ, ഫജ്ലിദൂഹും സമാനീന ജൽദ, അവനോട് ഖാദി ചോദിക്കണം, 4 സാക്ഷികളുണ്ടോ നീ പറഞ്ഞതിന്? 4 സാക്ഷിയുണ്ടോ? നീ ഒരു മനുഷ്യനെ അവൻ വേശ്യാവൃത്തി ചെയ്തവനാണ് എന്നൊരാണിനെ പറ്റിയിട്ടോ പെണ്ണിനെ പറ്റിയിട്ടോ പറയുമ്പോൾ 4 സാക്ഷി നീ കൊണ്ടുപോവാ. നേരിട്ട് കണ്ട 4 സാക്ഷികൾ ഇല്ലെങ്കിൽ ഫജ്ലിദൂഹും സമാനീന ജൽദ, ഇവനെ 80 അടി അടിക്കണം. ആ വർത്താനം പറയാൻ പാടില്ല. ശരിക്കും അങ്ങനെ സംഭവിച്ചു. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ, നമ്മളൊക്കെ അള്ളാഹു ഇഫത്ത് നൽകി സൂക്ഷിക്കട്ടെ. ശരിക്കും അങ്ങനെ സംഭവിച്ചു. ഈ ഒരാൾ മാത്രമേ ഇയാൾ കണ്ടിട്ടുള്ളൂ. ഇയാൾക്ക് 4 സാക്ഷിയൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ പോലും കോടതിയിൽ ഇത് സ്ഥിരപ്പെടണമെങ്കിൽ ഇവന്റെ വാക്ക് വിശ്വസിക്കില്ല, 4 ആൾ വേണം. കാരണം അത്ര ഗൗരവമുള്ള വിഷയമാണ്. കാരണം എനിക്കൊരാളുടെ ദേഷ്യമുണ്ട്, ഇത് ഞാനങ്ങ് പറഞ്ഞാൽ പോരെ, അവിടെ കള പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ 4 സാക്ഷി എന്ന് പറയുമ്പോൾ അതിന് സ്ഥിരത ലഭിക്കാൻ, ഒതന്റിസിറ്റി ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫജ്ലിദൂഹും സമാനീന ജൽദത്തൻ, അവനെ 80 അടി അടിക്കണം. അടിച്ചാൽ മാത്രം പോരാ, ഇനി വലാ തഖ്ബലൂ ലഹും ഷഹാദത്തൻ അബദ, ഇവൻ വേറെ ഏതെങ്കിലും കേസിന് സാക്ഷിയായി വന്നാൽ ആ സാക്ഷിത്വം സ്വീകരിക്കുകയും ചെയ്യൂല. പിന്നെന്തെങ്കിലും വിഷയം വന്നു, മാസം കാണൽ, അല്ലെങ്കിൽ മറ്റൊരു കേസിൽ ഇവൻ സാക്ഷിയായി. അപ്പം നോക്കുമ്പോൾ മുമ്പ് ഇവൻ വ്യാജ ആരോപണം നടത്തിയവനാണ് എങ്കിൽ ഇസ്ലാമിക കോടതിയിൽ അവനെ സാക്ഷിയായി സ്വീകരിക്കൂല. എന്തുകൊണ്ട്? ഒരു മനുഷ്യന്റെ അന്തസ്സിനെ ആക്രമിച്ച വിഷയത്തിൽ പ്രതിയാണ് ഇവൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്, ഒരാളെ ശരീരം എന്ന് പറഞ്ഞാൽ അയാളെ മാത്രം പ്രോപ്പർട്ടിയാണ്. എൻ്റെ ശരീരം എൻ്റെ പ്രോപ്പർട്ടി എന്നാണ് അള്ളാഹു എനിക്ക് തൽക്കാലത്തേക്ക് തന്നിരിക്കുന്നതാണ്. അതെല്ലാ വസ്തുവും അങ്ങനെ തന്നെയല്ലേ. ഇതിലേക്ക് കൈകടത്താൻ അള്ളാഹു തആല ആർക്കും അനുവാദം നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ചില പ്രത്യേക സന്ദർഭത്തിൽ, അത് ആ സന്ദർഭത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പാടുകയുള്ളൂ. പൊതുവിൽ നമ്മൾ പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിലേക്ക് നമുക്ക് കൈവെക്കാനുള്ള അവകാശമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുണ്ടായി, ഇന്ന അഅ്ജലൽ മഅസിയത്തി ഉഖൂബതൻ, തീർച്ചയായും പൊടുന്നനെ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന പാപങ്ങൾ, പല പാപങ്ങൾക്കും അള്ളാഹു തആല ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. പക്ഷേ പെട്ടെന്ന് പിടിക്കുന്ന പാപങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് അൽ ബഗ്യു, അക്രമം, അടിക്കുക, നോവിക്കുക, ശരീരം വേദനിപ്പിക്കുക, ആൾക്കൂട്ടം ചേർന്ന് ആക്രമിക്കുക. ഇതൊക്കെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. വിദ്യാർത്ഥികൾ പോലും ഒരാളെ ഇഷ്ടമല്ല, ഒരു ഗ്രൂപ്പ്, ഒരു 2 സ്കൂളിലെ കുട്ടികൾ, അപ്പോൾ ഒരു ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിന് ഒരു പേരിടുന്നു, അതിനോട് സമാനമായ പേര് മറ്റേ വാട്സപ്പ് സ്കൂളുകാർ ഇട്ടു, അതിൻ്റെ പേര് തെരുവിൽ കൂടി അടിക്കുകയാണ്. അപ്പൊ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൗരുഷം, എൻ്റെ ആ ഒരു പൗരുഷ ബോധം ഞാൻ തെളിയിക്കുന്നു എന്നൊക്കെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഉമ്മത്ത്. അള്ളാഹു പറയുന്നു അൽ ബഗയു, അങ്ങനെ അക്രമം കാണിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിൽ നിന്ന് തന്നെ അതിൻ്റെ കെടുതി കണ്ടിട്ട് മാത്രമേ അള്ളാഹു തആല കൊണ്ടുപോകൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എന്താ ബോധ്യമില്ലാത്തത്? അതായത് എൻ്റെ ശക്തി തെളിയിക്കാനുള്ളതാണ് നിന്റെ ശരീരം എന്ന ചിന്തയാണല്ലോ ഞാൻ മറ്റവനെ അടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. എൻ്റെ കൈക്കരുത്തും എൻ്റെ മസിൽ പവറും ഞാൻ പരിശീലിച്ച ഈ ആയോധന കലകളൊക്കെ പയറ്റാനുള്ള ലബോറട്ടറിയാണ്, പരീക്ഷണശാലയാണ് നീ എന്ന ചിന്ത, അതാണ് എന്നെ അടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷെ അള്ളാഹു പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. ഇന്ന ദിമാഅക്കും, നിന്റെ ശരീരം, എൻ്റെ മുമ്പിലുള്ള ആളുടെ ശരീരം അതെനിക്ക് അവകാശപ്പെട്ടതല്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല. ഒരു വാപ്പാക്കും ഉമ്മാക്കും അധ്യാപകനും പോലും അടിക്കുന്നതിന് കണ്ടീഷൻ ശറഅ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും അടിക്കാൻ പാടില്ല. ആകെ ശറഅ് നേർക്ക് നേരെ അടിച്ചോ എന്ന് പറഞ്ഞ കേസ് എന്താ? നിസ്കാരം ഉപേക്ഷിച്ചാലാ. അതും ഏതടി? മുറിവേൽപ്പിക്കാത്ത അടി. ഭാര്യയെ ചില സന്ദർഭത്തിൽ വേണമെങ്കിൽ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉപയോഗമുണ്ടെന്ന് കണ്ടാൽ, ഭാര്യ ആ അടി കൊണ്ട് നന്നാകുമെന്ന് കണ്ടാൽ അതിന് ചില കണ്ടീഷൻസ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉപദേശിച്ചു നോക്കുക മാന്യമായിട്ട്. എന്നിട്ടും അത് ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ കടപ്പറയിൽ മാറ്റി കിടത്തുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ ഫദ്രിബൂഹുന്ന, നിങ്ങൾക്ക് അടിക്കാം. എന്തിന്? ആ ഭാര്യ നന്നാകുന്നതിന് വേണ്ടി, മാറുന്നതിന് വേണ്ടി.
ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? പുറത്ത് നല്ല ഇസ്തിരിട്ട കുപ്പായിട്ടൊക്കെ നടക്കുന്ന ആളുകൾ അവരുടെ ഭാര്യമാർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ അവർക്ക് പറയാനും പ്രസംഗിക്കാനും എഴുതാനും ഒക്കെ അനോണിമസ് ആയിട്ട് പേരും സ്ഥലം വെളിപ്പെടുത്താതെ ഇതൊക്കെ പുറത്തു വിടാനുള്ള ഒരു സ്പേസ് കിട്ടിയിരുന്നുവെങ്കിൽ എന്തൊക്കെ കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചില ഭാര്യമാർ, ചില ആ നാട്ടിലെ സഹാബത്തുകളായ സ്ത്രീകൾ വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ ചില സഹാബികൾ ഭയങ്കര അടിയാണ്, അവർ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. നബി നിങ്ങൾ പറഞ്ഞു ചില ആളുകളെ പറ്റി എനിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്, ഭാര്യമാരെ ഉപദ്രവിക്കുന്നവരാണെന്ന്. ലൈസൂ ബിഖിയാരിഹിം, അവർ നല്ലവരാണെന്നൊന്നും ധരിക്കണ്ട കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചില ചിന്തകളുണ്ട്. ഭാര്യയാകുമ്പോൾ അങ്ങനെ അടി കൊള്ളേണ്ടവനാണ്, ഭർത്താവാകുമ്പോൾ അങ്ങനെ അടിക്കേണ്ടവരാണെന്നൊക്കെയുള്ള അങ്ങനെ ഒരു കൺവെൻഷനൽ പാരമ്പര്യ ചിന്തകൾ എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. ഇസ്ലാം ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അള്ളാഹുവിൻ്റെ കോടതിയിൽ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരം പോലും നോവിക്കാനുള്ള അവകാശം എനിക്കില്ല. വഅംവാലക്കും, ചില ആൾ പറഞ്ഞ പോലെ അടിയും കുഴപ്പം കുലുമാലൊന്നും ഉണ്ടാവില്ല, ആള് നല്ല പ്രൊഫഷണൽ ക്രിമിനലായിരിക്കും. വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറയും നമ്മൾ. എന്താ വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകൾ. ഒരു പക്ഷേ നമ്മൾ അടിക്കണം എന്നല്ല കേട്ടോ, ഇതിനെ ചെറുതാക്കി പറയല്ല, അടി കൊള്ളുന്ന സമയത്തെ വേദന ഉണ്ടാവുക. ചിലപ്പോൾ അത് മണിക്കൂർ കഴിഞ്ഞാൽ അത് ഉണങ്ങും, അല്ലെങ്കിൽ മുറിവ് ഉണങ്ങും, അതിൻ്റെ വേദന മാറും. നമ്മൾ സന്തോഷിപ്പിച്ചാൽ ചിലപ്പോൾ അത് മാറിയേക്കാം. പക്ഷേ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, അതിൻ്റെ ആഘാതം വളരെ വലുതാണ്. എന്തെങ്കിലും ബിസിനസ് തുടങ്ങി അത് അപകടത്തിൽ ചാടി അല്ലെങ്കിൽ നഷ്ടത്തിലായി പോകുന്നതിനെ പറ്റിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നമുക്കൊരാളെ അറിയാം, ഒരു അയ്യോവാണ്, അയാളൊരു സാധുവാണ്, അയാളെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നമ്മളൊരു സ്കാം ഇവിടെ തയ്യാറാക്കാൻ ആദ്യത്തെ ഇരയായിട്ട് അയാളെ പിടിക്കാൻ, അയാളെ കയ്യിൽ നിന്ന് പൈസ നമ്മൾ കൈപ്പറ്റുന്നു, അയാളെ നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്യുന്നു, എല്ലാം നമ്മൾ വിഴുങ്ങിയതിനു ശേഷം നമ്മൾ മുങ്ങുന്നു, നമ്മൾ എസ്കേപ്പ് ആവുന്നു. അതിന് പലവിധ മാർഗങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ പൈസ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിലൊക്കെ രക്തത്തിന്റെ മണമുണ്ട്. അതൊന്നും ദഹിക്കൂല. ആ അന്നവും ആ മാംസവും ആ പാനീയങ്ങളൊക്കെ തന്നെ ദഹിക്കാതെ നമ്മളെ വയറ്റിൽ തന്നെ കിടക്കും. അതൊക്കെ ഭൂമിയിൽ വെച്ച് ഛർദിപ്പിച്ചിട്ട് അല്ലാഹു തആല നമ്മൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകും. ഒരു സംശയം വേണ്ട. നിങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യൻ ആയുസ് മുഴുവൻ അധ്വാനിച്ചിട്ട് മണലാരുണ്യത്തിൽ കിടന്നിട്ട് അറബിന്റെ ചവിട്ടും തുപ്പും കെട്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പൈസ, ഇവിടെ നിന്ന് ഒരുത്തൻ വക്രബുദ്ധിയുള്ള ഒരാള്, കുറച്ച് ശേഷിയുള്ള ഒരാള്, വർത്താനം പറയാൻ കെൽപ്പുള്ള ഒരാള് വന്നിട്ട് ക്യാൻവാസ് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു, പ്ലാനുകൾ പറയുന്നു, ഒപ്പിട്ട് വാങ്ങുന്നു. വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സമ്പത്ത് ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അല്ലാഹു തആല നമുക്ക് സമാധാനം നൽകുക? ഹറാമായ സമ്പത്ത് നമ്മുടെ ബിസിനസ്സിൽ കലർന്നിട്ടുണ്ട് എങ്കിൽ അത് വളരൂല മുഅ്മിനീങ്ങളെ. അതെന്ത് ബിസിനസ്സാണ് ശരി, ഒരാളെ കണ്ണീര് വീണ് പണം അതിനുണ്ടെങ്കിലും അതിന് വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാലക്കും മുഹറമുൻ അലൈക്കും. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കേണ്ടത് എൻ്റെ കൈകൊണ്ട്, എനിക്ക് അള്ളാഹു നൽകിയ എന്തെല്ലാം ഉണ്ട് അതൊന്നും കൊണ്ട് ഒരു മനുഷ്യന്റെ മേൽ അക്രമം ഞാൻ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല അക്രമികളെ പറ്റി പറയുമ്പോൾ വഅസ്സന മുഅസ്സിനും ബൈനഹും അൽലഅനതുല്ലാഹി അലൽ ളാലിമീൻ, തീർച്ചയായും അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലാകുന്നു എന്ന് സൂറത്തുൽ അറാഫിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹു തആല അക്രമികളെ സമീപിക്കുക? എങ്ങനെയാണ് അല്ലാഹു തആല അക്രമികളെ ഡീൽ ചെയ്യുക? അള്ളാഹുവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, ഒരാൾ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ആക്രമിക്കാൻ എന്ന് പറഞ്ഞാൽ അടിയും കുത്തും എന്ന് മാത്രമല്ല, ഈ പറഞ്ഞതെല്ലാം അക്രമത്തിൽ പെടും. കുടുംബത്തിന് സൗകര്യം കൊടുക്കാത്ത ആളുകൾ, ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാത്ത ആളുകൾ, മക്കൾക്ക് സമാധാനം കൊടുക്കാത്ത ആളുകൾ, ഇനി ചില സ്ത്രീകളാണെങ്കിൽ ഭർത്താവിനെയും കുടുംബത്തിനെയും അടങ്ങാറാക്കുന്ന ആളുകൾ, അല്ലാഹു തആല അവരങ്ങ് കളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ കുറച്ചും കൂടി നല്ല മേച്ചിൽപ്പുറ അവർക്ക് അള്ളാഹു തുറന്നു കൊടുക്കും. ഇന്നല്ലാഹ ലയുംലി അദ്ദാലിമ, ഒന്നാമത്തെ ക്രൈം നടത്തി സക്സസ്ഫുൾ ആയി, അപ്പോൾ ആൾക്കൊന്നും കൂടി ധൈര്യം വന്നു, അടുത്തതും കൂടി കമ്മിറ്റ് ചെയ്യും, അതും കൂടി സക്സസ് ആയി, ആൾ അതിന് മാസ്റ്ററി നേടുന്നു, വീണ്ടും അതിന്റെ പുതിയ അഡ്വാൻസ് ലെവൽ അയാൾ ഇങ്ങനെ നേടിക്കൊണ്ടേയിരിക്കും. അതിങ്ങനെ വിടും. അല്ലാത്ത കളിക്കുമ്പോൾ നല്ലോണം കളിക്കുക എന്ന് പറയും. ഒരു മൃഗത്തിനെ മേയാൻ വേണ്ടി അതിനെ മേയ്ക്കുന്ന ആള്, ആടിനെ മേയ്ക്കാനൊക്കെ വേണ്ടി നിൽക്കുന്ന ആള്, ആ മേയാൻ വേണ്ടി മാക്സിമം കയറ് ലൂസാക്കി വിട്ടുകൊടുക്കുന്നത് പോലെ ഈ ലാലിമായ മനുഷ്യനിങ്ങനെ വിട്ടുകൊടുക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബിതങ്ങൾ പറയണ്ടായി, ഒരു കണക്കുണ്ട് അള്ളാഹുവിന്. ആ സമയം ഇങ്ങെത്തുമ്പോൾ ഈ കയറ്, ഈ യജമാനെ കയറിങ്ങനെ ചുരുട്ടി പിടിക്കുന്നത് പോലെ ഈ മനുഷ്യനൊരൊറ്റങ്ങ് പിടുത്ത
സുമ്മ ലാ യുഫ്ലിതുഹു, പിന്നെ അവൻ അള്ളാഹു വിടുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. തീർച്ചയായും അല്ലാഹു തആല അക്രമികൾ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഗാഫിലാണ് എന്ന് നിങ്ങൾ ധരിക്കല്ലേ. നമ്മൾ ഈ ആയത്തും ഈ ഹദീസുകളൊക്കെ പല സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ നമ്മൾ പറയാറുണ്ട്, പലരിലേക്കും ബന്ധിപ്പിച്ച് പറയാറുണ്ട്. പക്ഷെ നിങ്ങളെ ഇത് നമ്മളിലേക്ക് പ്രതിഫലിപ്പിക്കും. അപകടം എന്താണെന്ന് അറിയാം ഇതിലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അക്രമമൊക്കെ ചെയ്യുന്നുണ്ട്, അക്രമമൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ട്, അയാൾ ഇങ്ങനെ ഒരു പടുമരം പോലെ വളർന്ന് പോകുന്നുണ്ടെങ്കിൽ അത് അപകടത്തിൻ്റെ ലക്ഷണമാണ്. നമുക്കുള്ളിലുള്ള ചിന്ത എന്താ പറയുക, ഞാനിതെല്ലാം കഴിച്ചിട്ടു ആരും അറിയുന്നില്ലല്ലോ, ഞാൻ ഇത്രയും തോന്നിവാസം കളിച്ചിട്ട്, ഞാൻ എൻ്റെ ഭാര്യനെ പറ്റിച്ചിട്ട് അവിഹിതം നടത്തിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ പറ്റിച്ചിട്ട്, ഞാൻ എൻ്റെ വാപ്പാനെ പറ്റിച്ചിട്ട്, എൻ്റെ കമ്പനിയിലെ പാർട്ട്ണറെ പറ്റിച്ചിട്ട്, ഈ CCTV മൊത്തം ഞാൻ പൊട്ടനാക്കിയിട്ട് ഇതൊക്കെ ചെയ്തിട്ടും ആരും അറിയുന്നില്ലല്ലോ, ഞാനിങ്ങനെ വളർന്ന് പോവുകയാണല്ലോ എന്ന് തോന്നുമ്പോൾ നമുക്ക് ധൈര്യം കൂടും. നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നമാ ദാലിക ഇസ്തിദ്റാജുൻ. അങ്ങനെ ഒരാൾ ഈ അക്രമമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലും അയാൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അള്ളാഹു ലൂസാക്കി കൊടുത്തിരിക്കുകയാണ്. അതാ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അഹ്ലി കിതാബുകാർ ഉപദേശം കൊടുത്തു എന്നിട്ടൊന്നും വഴിക്ക് വരുന്നില്ല, തുറന്നു കൊടുത്തു അള്ളാഹു തആല. ഫതഹ്നാ അലൈഹിം അബൂഅ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശം ഭൂമിയും ഒക്കെ തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹു, അവരിങ്ങനെ സന്തോഷത്തിന്റെ മേൽക്കോയ്മേൽ നിൽക്കുകയാണ്, ഇനി ഞങ്ങൾക്ക് മുകളിൽ പരുന്ത് പോലും പറക്കൂല എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഉഖിദു അഖദ്നാഹും ബഗ്തതൻ, ഒരൊറ്റപ്പിടുത്തം അള്ളാഹു തആല പിടിച്ചു. ഒരു രാത്രി കൊണ്ട് അങ്ങനെ ഒരു സംരംഭം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമാറ് അള്ളാഹു തആല ഇടപെട്ട് കളയും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ, ഞാനിങ്ങനെ വളർന്നു പോകുന്നു, നമ്മളിങ്ങനെ ഉഷാറായി പോകുന്നു, ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ സൈഡ് ബിസിനസ് ആയിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ ദ്രോഹങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് പിടുത്തം വരുന്നില്ലെങ്കിൽ അതാണ് പ്രശ്നം. ഒരു ദുൽമ് ഞാൻ കാണിച്ചു, ഉടൻ അള്ളാഹുവിന്റെ പിടുത്തം വന്നാൽ സിഗ്നൽ കിട്ടി, ഞാൻ കോഷൻ്റായി, എനിക്ക് ബോധം വന്നു, ഞാൻ തിരിച്ചു പോകാനുള്ള സിഗ്നൽ അള്ളാഹു തന്നിട്ടുണ്ട്, തൗബ ചെയ്ത് നന്നായി മുന്നോട്ടേക്ക് പോകാം. അള്ളാഹു തആല ഒരു പരിധി കഴിഞ്ഞാൽ അതും തരൂല. ഈ തിരിച്ചറിവ് കിട്ടിയാലാണ് നമുക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുക. പക്ഷെ ആ തിരിച്ചറിവ് വരുമ്പോഴേക്ക് ഒരുപക്ഷെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അള്ളാഹു തആല നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുണ്ടായി, നമ്മൾ ആക്രമിക്കപ്പെട്ട ആ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ഹിജാബും ഉണ്ടാകൂല. ആ മനുഷ്യന്റെ കണ്ണീരണിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല മാപ്പ് നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിച്ചു കൊള്ളുക. ചില റിപ്പോർട്ടുകളിൽ വലൗക്കാന കാഫിർ എന്നുണ്ട്, കാഫിറാണെങ്കിലും എന്നുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കാഫിറിങ്ങളെ പറ്റിക്കാം, അമുസ്ലിമീങ്ങളായ കച്ചവടത്തെ പറ്റിക്കാം, അമുസ്ലിമീങ്ങളത്തല്ല, അങ്ങനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത്, ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചില ഏരിയകളുണ്ട്, അത് നിയമബന്ധിതമാണ്, അത് എല്ലാവർക്കും ബാധകമല്ല. അത് ശരീഅത്തും ജിഹാദും ഇസ്ലാമിക സ്റ്റേറ്റ് ഒക്കെ ആകുന്ന ഒരു പശ്ചാത്തലത്തിലാണത്. നിലവിൽ ഇന്ത്യ മഹാരാജ്യം അതിനുതകുന്നതല്ല. ഇവിടെ വലൗക്കാന കാഫിറൻ, അവൻ കാഫിറാണെങ്കിലും ശരി, അള്ളാഹു അതിന് ദുആ, ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. ആക്രമിച്ചു, അവൻ മനസ്സ് നൊന്തിട്ട് അവൻ്റെ കൽബിന്ന് വരുന്നൊരു പ്രാർത്ഥന ഉണ്ടാകും, പടച്ചോനെ ഇവനെ വിടല്ല പടച്ചോനെ നീ. മിനിങ്ങളെ, എൻ്റെ പേര്, നമ്മളെ പേര് വേറൊരാളെ നാവിൽ നിന്നും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ നാശത്തിലേക്കുള്ള യാത്ര അന്ന് തുടങ്ങി. നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എത്ര പേര് ആക്രമിച്ചിട്ടുണ്ടാവും, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ സാമ്പത്തികമായ ചൂഷണം കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ അടുക്കൽ പലരും കേസ് പറഞ്ഞിട്ട് വരും. നബിയാണല്ലോ അന്നത്തെ ഹാക്കിം, പലരും കേസ് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പം ഇയാളെ കയ്യിൽ സമർപ്പിക്കാനുള്ള വലിയ തെളിവൊന്നും ഉണ്ടാവില്ല. ഇപ്പം എൻ്റെ ഒരു 10 ലക്ഷം രൂപ ഒരാൾ മോഷ്ടിച്ചു കൊണ്ടുപോയി നോക്കുക, കോടതിയിൽ അത് തെളിയണമെങ്കിൽ തെളിവാണ്, കോടതിയിൽ തെളിവാണ് നോക്കുക, വ്യക്തിയെയോ വൈകാരികതയോ അല്ലല്ലോ നോക്കുക, തെളിവാണ് നോക്കുക. അത് ഇസ്ലാമിക കോടതിയിലല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ എൻ്റെത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഹക്കാണ്, സത്യമാണ്. ഈ അപ്പുറത്ത് ഞാൻ ആരോപിക്കുന്ന വ്യക്തി അയാൾ സമർത്ഥനാണ്, അയാൾക്കത് വാദിച്ചിട്ട് ഇല്ലാന്ന് തെളിയിക്കാനുള്ള കഴിവുണ്ട്. അയാൾ കോടതിയിൽ വരുന്നു, അതിസുന്ദരമായിട്ടില്ല എന്ന് തെളിയിക്കുന്നു, എൻ്റെ 10 ലക്ഷം നഷ്ടപ്പെടുന്നു. കോടതിക്ക് അതിൻ്റെ പ്രശ്നം ചെയ്യാൻ കഴിയില്ല. കോടതി ചോദിക്കും, ആദ്യം നിന്റെ അടുക്കൽ സാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കും. ആരുടെ അടുക്കൽ? എന്നോട് ചോദിക്കും, ഇസ്ലാമിക കോടതിയാണെങ്കിൽ പോലും. അപ്പൊ ഞാൻ പറയാണ് സാക്ഷി ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? പിന്നെ അയാളോട് പറയും സത്യം ചെയ്ത് പറയാന്ന് പറയും. അള്ളാഹുവിന് സത്യം, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. അള്ളാഹിനെ പൊടിയുണ്ട്, പിന്നെ മോഷ്ടിക്കൂലല്ലോ.
അവൻ സത്യം ചെയ്ത് സുഖമായിട്ട് പറയുകയും ചെയ്യും ഞാൻ മോഷ്ടിച്ചിട്ടില്ല. കേസ് ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞാൽ തള്ളുകയും ചെയ്യും. നബി തങ്ങൾ പറഞ്ഞു ഇങ്ങനെ പലരും കേസുമായി എൻ്റെ അടുത്ത് വരും. ചില ആളുകൾ സമർത്ഥരായിരിക്കും അവതരിപ്പിക്കാൻ, നേടിയെടുക്കാൻ. അങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും നേടിയെടുത്തിട്ട് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ബാഹ്യമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റൂ. അങ്ങനെ നേടിയെടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവന് പതിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, തമ്മിനാർ, നരകത്തിന്റെ കഷ്ണാണ് എനിക്കിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട, നിങ്ങൾ തോറ്റിരിക്കുകയാണ്. ആലോചിക്കാൻ, നമ്മൾ പല കുടുംബ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ദീനും ഇല്ല, ഇസ്ലാമിൽ എല്ലാം പുറത്തായി. അത് പിന്നെ കോടതിയിൽ നിന്ന് അത്ര പൈസ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് ഈ ഇന്ന കേസുകളൊക്കെ നമ്മൾ പറഞ്ഞാലേ ശരിയാകൂ. ഒരു മനുഷ്യന്റെ റെപ്യൂട്ടേഷൻ കംപ്ലീറ്റ് തകർക്കാൻ വേണ്ടിയിട്ട് അയാൾക്കെതിരെ അപവാദം പറയാൻ, പോക്സോ വകുപ്പുകൾക്കെതിരെ കേസ് കൊടുക്കാൻ, പ്രിയമുള്ളവർ, ഈ ഭൂമിയിൽ അതിന് സാക്ഷികളുണ്ടെങ്കിൽ തീർച്ച അവന്റെ കണ്ണുനീര് സന്തോഷമായി മാറാതെ അല്ലാഹു പിടിക്കൂല മറ്റവനെ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കവി പാടുകയുണ്ടായി, ലാ തദ്ലിമന്ന ഇദാ മാ കുൻത മുഖ്തദിറൻ ഫദ്ദുൽമു മർതഉഹു യുഫ്ളി ഇലൻ നദമി. ഓ മനുഷ്യ, നീ ആക്രമിക്കാൻ കഴിയും, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് വലിയ അറിവുണ്ട് എന്ന് കരുതിയിട്ട് നീ ആരുടെ മേലും ചാടിക്കളിക്കരുത്, ആക്രമിക്കരുത്. ഫദ്ദുൽമു മർതഉഹു യുഫ്ളി ഇലൻ നദമി. അക്രമം എന്ന് പറയുന്നത് അതിൻ്റെ അവസാനം ഖേദത്തിലേക്കായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം നമ്മളിങ്ങനെ ആരോഗ്യമൊക്കെ പോയി, നമ്മളിങ്ങനെ രോഗാതുരനൊക്കെ ആയി, നമ്മൾ ഒരൊറ്റപ്പെടുന്ന അവസ്ഥ എത്തുമ്പോഴത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ ആരുണ്ടാവില്ല. കാരണം ഉള്ള കാലത്ത് നമ്മൾ നാട്ടാറ് മൊത്തം അടിച്ചു, ഉള്ള കാലത്ത് മനുഷ്യന്മാരെ മൊത്തം നമ്മൾ വെറുപ്പിച്ചു. നമ്മളൊന്ന് വയ്യാതായാൽ നമുക്കൊരാവശ്യം വന്നാൽ സ്നേഹത്തോടെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ വന്നു ചേരും. ഒരു പക്ഷേ നീ ആക്രമിച്ചിട്ട്, ഞാൻ രാത്രി പോയി ഉറങ്ങുന്നുണ്ടാകും. പക്ഷേ വൽ മദ്ലൂമു മുൻതബിഹുൻ, എൻ്റെ അക്രമത്തിന് ഇരയായ മനുഷ്യൻ, എൻ്റെ സാമ്പത്തിക ചൂഷണത്തിന് ഇരയായ മനുഷ്യൻ, എൻ്റെ മാനസിക ചൂഷണത്തിന് ഇരയായ മനുഷ്യൻ, എൻ്റെ ശാരീരികമായ ഉപദ്രവത്തിന് ഇരയായ മനുഷ്യൻ, വൽ മദ്ലൂമു മുൻതബിഹുൻ, ആക്രമിക്കപ്പെട്ടവൻ കണ്ണു തുറന്ന് ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ടാകും. യദഉ അലൈക, അവൻ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും അവൻ മനസ്സുകൊണ്ട് ദുആ ചെയ്യുന്നത് നിനക്കെതിരെയായിരിക്കും. വഅൈനുല്ലാഹി ലം തനമി, അല്ലാഹുവിൻ്റെ കണ്ണാണെങ്കിൽ ഒരിക്കലും ഉറങ്ങുന്നതല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു അത് നിതാന്തമായി കേട്ടുകൊണ്ടിരിക്കുന്നവൻ. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. ഒന്ന്, അക്രമം ചെയ്യൽ, അത് വലിയൊരു അക്രമമാണ്. രണ്ടാമത്തത്, ആക്രമിക്കുമ്പോൾ അവിടെ മൗനം പാലിക്കൽ അതിനേക്കാൾ വലിയ അക്രമമാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അക്രമ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുസ്ലിം രാജ്യങ്ങൾ നടത്തിയാലും, മുസ്ലിം പേരുള്ള സ്റ്റേറ്റുകൾ നടത്തിയാലും, മുസ്ലിം സംഘങ്ങൾ നടത്തിയാലും, ആര് നടത്തിയാലും അക്രമമാണോ? അത് അക്രമമാണ്. മുസ്ലിമീങ്ങൾ നടത്തിയതല്ലേ, മുസ്ലിം രാജ്യങ്ങൾ നടത്തിയതല്ലേ, മുസ്ലിം രാജ്യമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് അക്രമത്തിന് കൂട്ടുനിൽക്കലാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? ഏറ്റവും വലിയ ജിഹാദ് ആക്രമിക്കുന്ന സന്ദർഭത്തിൽ നീ ഈ കാണിക്കുന്നത് അക്രമമാണ് എന്ന് ചങ്കുറപ്പോടുകൂടി നമുക്ക് അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയുന്നവനാണ് ഏറ്റവും വലിയ ജിഹാദ് നടത്തുന്നവൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മുമ്പിൽ അക്രമങ്ങൾ നടക്കുമ്പോൾ, അന്യായങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയുകയാണ് അത് എൻ്റെ വാറ്റല്ലല്ലോ, അത് ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ അക്രമത്തിന് നേരെ കണ്ണടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ, പല കുടുംബങ്ങളിൽ, ഞാൻ ആരെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അതാക്കണം ഉദ്ദേശിക്കുന്നില്ല, പല രീതിയിലുള്ള വൃത്തികേടുകൾ നടക്കുന്നുണ്ട്, ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്, ലൈംഗിക ചൂഷണങ്ങൾ വരെ നടക്കുന്നത്. നമുക്കറിയാം, പലതും നമുക്കറിയാം, കൊമ്പന്മാരാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ കാമുണ്ടൂല. എൻ്റെ അയാളല്ലേ, അത് പുറത്തു വന്ന കുടുംബം കലങ്ങൂലേ, കുടുംബം കുട്ടിച്ചോറാവൂലേ? അതാണ് പ്രശ്നം. ഇവിടെ ഇരയായി കിടക്കപ്പെടുന്ന കുട്ടി, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അവന്റെ ജീവിതം കുളം തോണ്ടി. നമ്മൾ അറിയുന്നു, നമ്മൾ മിണ്ടുന്നില്ല. അതിനാരെയാണ് അള്ളാഹു പിടിക്കുക? നിന്നാദ്യം പിടിക്കും, എന്നാദ്യം പിടിക്കും. നീ എന്തുകൊണ്ട് വാ തുറന്നില്ല? അപ്പം പറയും, പടച്ചോനെ എൻ്റെ കുടുംബത്തുകാരനാണ്, ഓൻ പുറത്തായാൽ ഓൻ്റെ ഭാര്യയും കുടുംബവും ശരിയാവും, പ്രശ്നത്തിലാകും. ദുൽമ കണ്ടിട്ട് നീ ഇടപെടണമല്ലോ, അതിന് പരിഹാരം കാണണമല്ലോ. ഒരു വേട്ടക്കാരനെ വേട്ട തുടരാനുള്ള അവസരം തുടർന്നു കൊടുത്താൽ അവൻ്റെ ഇരകളുടെ പട്ടിക നീണ്ടുകൊണ്ടേയിരിക്കും. ഒരു സംശയമില്ല അതിൽ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, സാമ്പത്തിക തട്ടിപ്പെടുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരാൾ, അത് എൻ്റെ ഭാഗമല്ല, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ നോമ്പ് വെക്കുന്നുണ്ട്, ഞാൻ ഹറാമിനെ സൂക്ഷിക്കുന്നുണ്ട്. നീ ചെയ്യുന്ന ഏറ്റവും വലിയ ഹറാമാണ്. ഈ ഹറാം നിന്റെ മുമ്പിൽ നടക്കുന്നുണ്ടിട്ട് നിനക്ക് പറ്റുന്നത് പോലെ നീ കൊടുക്കുക.
കോടതിയിൽ നമുക്കറിയാലോ രഹസ്യമൊഴി കൊടുക്കാനുള്ള അവസരം വരെ നമ്മൾ രാജ്യം കൊടുത്തു. എന്തിന്? നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ നിന്റെ പേര് പുറത്തു വന്നാൽ അപകടമുണ്ടാകുമെന്ന് കണ്ടാൽ കോടതി നിനക്ക് സുരക്ഷിതത്വം നൽകും. അതിന് വരെ വകുപ്പുകൾ നമ്മുടെ രാജ്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഏരിയകളിലുള്ള വേട്ടക്കാർ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു, വേട്ടക്കാർ, അത് എല്ലാ അർത്ഥത്തിലുള്ള വേട്ടക്കാർ, നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നവർ, നമ്മുടെ നാട്ടിലുള്ള ആൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ആളുകൾ, ആ പെൺകുട്ടികളെക്കാൾ ഒരുപക്ഷെ ദയനീയമാണ് അവസ്ഥക്ക് ആൺകുട്ടികൾ. കാരണം പെൺകുട്ടികൾ ഒരാളെ തൊട്ടുന്ന സംഗതി നാട്ടുകാരെ കേരള അടിക്കലായ കേസായി. ഈ ഇരയാക്കപ്പെടുന്ന ആൺകുട്ടികളുടെ വിഷയത്തിലോ ആ ആൺകുട്ടികളുടെ വിഷയത്തിൽ പീഡിപ്പിക്കുന്ന മാന്യന്മാർ കൊമ്പത്തിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് അവർക്കെതിരെ കയ്യോങ്ങാനും നാവാങ്ങാനൊക്കെ നമുക്ക് പേടിയാണ്. നമ്മളെന്താ പറയാ, നമ്മളെന്താ ചെയ്യാ? നമ്മളെ മോനെ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവർ, ഇതിനേക്കാൾ മൗഢ്യമായി, ഇതിനേക്കാൾ നാണം കെട്ടൊരു ചിന്താഗതി ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദുൽമ് ഏറ്റവും അപകടകരമാണ്. ആ ദുൽമിന് നേരെ കണ്ണടക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ അപകടകരമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അക്രമികളാകുന്നതിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മൾ ആക്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭാഗത്ത് അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ മരണത്തിന് മുമ്പ്